മാത്തമാറ്റിക്സിൻ്റെ +2 ചാപ്റ്റേഴ്സ് ഇന്ന് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. +2 ആകെ 13 ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത്. +1 ആകെ 16 ചാപ്റ്റേഴ്സാണ് നിങ്ങൾ പഠിച്ചത്. അത്രയും ചാപ്റ്റേഴ്സ് +2 പഠിക്കാനില്ല. ആകെ 13 ചാപ്റ്റേഴ്സ് മാത്രമേ +2 പഠിക്കാനുള്ളൂ. അതിൽ ചില ചാപ്റ്റേഴ്സ് +1 നിങ്ങൾ പഠിച്ച ചാപ്റ്റേഴ്സിന് നേരെ കണ്ടിന്യൂഷൻ ആണ്. അതിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 3rd ചാപ്റ്ററായ മെട്രീസസ് എന്നുള്ള ചാപ്റ്ററാണ്. ഈ മെട്രീസസ് എന്നുള്ള ചാപ്റ്റർ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. അതിന്റെ കോൺസെപ്റ്റ് എ റെക്ടാങ്കുലർ അറേ ഓഫ് നമ്പേഴ്സ് ഓർ ഫങ്ഷൻസ്, അതിനെ പറയുന്ന പേരാണ് മെട്രീസസ്. ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ സാധാരണഗതിയിൽ ഞാനൊരു എക്സാമ്പിൾ പറയാണ്. 3 ആൾക്കാരുണ്ട്. ഒന്ന് ആയിഷ, രണ്ടാമത്തെ ആള് സെലിം, തേർഡ് വിഷ്ണു. ഈ 3 ആൾക്കാർക്ക് ഒരു മാസം നോട്ട് ബുക്ക് മേടിക്കാൻ ചെലവാകുന്ന ക്യാഷ്, ഒരു മാസം നോട്ട് ബുക്ക് മേടിക്കാൻ ചെലവാകുന്നത് ആയിഷക്ക് 30 റുപ്പീസ് ആണ്, സെബിന് ഒരു 50 റുപ്പീസ് ആണ്, വിഷ്ണുവിന് 25 റുപ്പീസ് ആണ് ഒരു മാസം നോട്ട് ബുക്ക് മേടിക്കാൻ ചെലവാകുന്നത്. ഇതേപോലെ ഇവർക്ക് പെന്ന് മേടിക്കാൻ ചെലവാകുന്നത് ആയിഷക്ക് 10 റുപ്പീസ് ആണ്, സെബിന് 20 റുപ്പീസ് ആണ്, വിഷ്ണുവിന് ഒരു 35 റുപ്പീസ് ആണ് പെന്ന് മേടിക്കാൻ ചെലവാകുന്നത്. ആയിരിക്കും ഒരു അസംഷൻ ആണ്. ഇനി അതുപോലെ വേറെ ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വേറെ ഒരു പെൻസിൽ ആയിക്കോട്ടെ. പെൻസിൽ മേടിക്കാൻ ചെലവാകുന്നത് ആയിഷക്ക് 5 റുപ്പീസ്, സെബിന് 7 റുപ്പീസ്, വിഷ്ണുവിന് 8 റുപ്പീസ്. ഈ രീതിയിലാണ് നോട്ട് ബുക്കിന്, പെന്നിന്, പെൻസിലിന് ആയിഷക്കും സെബിനും വിഷ്ണുവിനും ചെലവാകുന്നത് ആയിരിക്കും. ഇതാണ് ടാബുലാർ കോളം വരച്ചിട്ടുള്ള റെപ്രസെന്റേഷൻ. അതായത് തന്ന ഡാറ്റനെ ഒരു ഓർഡർ ആക്കിയിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന പരിപാടിയാണ് ടാബുലാർ കോളം റെപ്രസെന്റേഷൻ. എന്താണ് ഈ ടാബുലാർ കോളം റെപ്രസെന്റേഷന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണ്? അതായത് കറക്റ്റ് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ആയിഷക്ക് ചെലവാകുന്ന ടോട്ടൽ പിന്നെ ക്യാഷ് കാണുന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ പോരെ. ഇനി നോട്ട് ബുക്കിന് ചെലവാകുന്ന ഫുള്ള് ക്യാഷ് കാണുന്നുണ്ടെങ്കിൽ ഈ ഫസ്റ്റ് കോളത്തിലുള്ള എലമെന്റ്സിനെ ആഡ് ചെയ്താൽ പോരെ. അതായത് എല്ലാത്തിന്റെയും കറക്റ്റ് ലൊക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ടാബുലാർ കോളം റെപ്രസെന്റേഷൻ സാധാരണ നാം ഉപയോഗിക്കാറ്. അങ്ങനെയെങ്കിൽ പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം, ഇതിപ്പോ എക്സാമ്പിള് ഈ മെയ് മാസത്തിലെ കണക്കാണെന്ന് എഴുതിക്കും, അല്ലെങ്കിൽ ജനുവരിയിലെ കണക്കാണെന്ന് എഴുതിക്കും. അങ്ങനെയെങ്കിൽ ഫെബ്രുവരിയിൽ വേറൊരു കണക്കുണ്ടാവും, മാർച്ചിൽ വേറൊരു കണക്കുണ്ടാവും, ഏപ്രിലിൽ വേറൊരു കണക്കുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഒരു വർഷം കംപ്ലീറ്റ് ആകുന്ന സമയത്ത് ഇതിന്റെ ടോട്ടൽ എമൗണ്ട് എത്ര ചെലവായി എന്ന് കാണണം എന്നുണ്ടെങ്കിൽ ഓരോ ടാബുലാർ കോളം എടുത്ത് അതിൽ നിന്ന് ഇങ്ങനെ വേറെ വേറെ എടുത്തിട്ട് അതെല്ലാതും കൂടി ആഡ് ചെയ്ത് ഉള്ള പരിപാടിയൊക്കെ എന്ത് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഇതിന്റെ ഒരാൾക്ക് ചെലവാകുന്നത് 30 റുപ്പീസ് ആണെങ്കിൽ അങ്ങനെ 3 ആൾക്ക് ചെലവാകുന്ന എത്ര, അല്ലെങ്കിൽ 10 ആൾക്ക് ചെലവാകുന്ന എത്ര, അങ്ങനെയുള്ള ഐറ്റംസ് കാണണമെന്നുണ്ടെങ്കിൽ ഇതിലുള്ള എല്ലാ എലമെന്റ്സിനെയും ആ ഒരു പെർട്ടിക്കുലർ നമ്പർ കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ടതായിട്ടൊക്കെ വരും. പക്ഷെ ഈ ടാബുലാർ കോളത്തില് ടാബുലാർ കോളംസ് തമ്മിൽ സാധാരണ നമ്പേഴ്സ് തമ്മിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് പോലെ 3 + 5 = 8 എന്നൊക്കെ പറയുന്നത് പോലെ ഈ ടാബുലാർ കോളംസ് തമ്മിൽ ആഡ് ചെയ്യൽ പോസിബിൾ അല്ലല്ലോ. അതേപോലെ ടാബുലാർ കോളംസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യലും പോസിബിൾ അല്ല. അതുകൊണ്ട് ആൾജിബ്രായിക് ഓപ്പറേഷൻസ് പോസിബിൾ ആയിട്ടുള്ള, എന്നാൽ ഈ ടാബുലാർ കോളംസ് കൊണ്ട് എന്തെല്ലാം ഉപകാരങ്ങൾ നമുക്ക് കിട്ടുമോ ആ ഉപകാരങ്ങളൊക്കെ നടക്കുന്ന ഒരു വേറൊരു സിസ്റ്റം ഞാൻ ഉണ്ടാക്കുകയാണ്. അതിനെ പറയുന്ന പേരാണ് മെട്രീസസ്. അതായത് റെക്ടാങ്കുലർ അറേ ഓഫ് നമ്പേഴ്സ് ഓർ ഫങ്ഷൻസിനെ പറയുന്ന പേരാണ് മെട്രീസസ്. എന്താ കാരണം എന്ന് വെച്ചാല് ഇതിപ്പോ റെക്ടാങ്കുലർ അറേ ആണ്, കണ്ടോ, റോകളുണ്ട്, കോളംസ് ഉണ്ട്, ഒരു റെക്ടാങ്കുലർ ഷേപ്പ് അല്ലേ. പക്ഷെ ഇത് ടാബുലാർ കോളംസ് ആണ്. ഈ ടാബുലാർ കോളംസിന് പകരം ഇതിനെ തന്നെ മെട്രിക്സ് ആക്കിയിട്ട് എങ്ങനെ എഴുതലെന്ന് അറിയോ? ഇങ്ങനെ രണ്ട് ബോക്സ്, ഇങ്ങനെ ഒരു ബോക്സ്, റെക്ടാങ്കുലർ ബോക്സിന്റെ ഉള്ളില് ഈ നമ്പേഴ്സിനെ ഞാൻ ഇൻസേർട്ട് ചെയ്യും. 13, 10, 5, 50, 20, 7, 25, 35, 8. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇതിന്റെ ഫസ്റ്റ് റോ കണ്ടോ നിങ്ങൾ? ഈ ഫസ്റ്റ് റോ റെപ്രസെന്റ് ചെയ്യുന്നത് എന്തിനെയാണ്? ആയിഷനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, ആയിഷക്ക് ചെലവാകുന്ന എമൗണ്ട്. സെക്കൻഡ് റോ റെപ്രസെന്റ് ചെയ്യുന്നത് എന്തിനെയാണ്? സെബിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. തേർഡ് റോ റെപ്രസെന്റ് ചെയ്യുന്നത് വിഷ്ണുവിനെയാണ്.
അതുപോലെ ഫസ്റ്റ് കോളം റെപ്രസെന്റ് ചെയ്യുന്നത് നോട്ട്ബുക്ക് ആണ്, ഇതേപോലെ സെക്കൻഡ് കോളം റെപ്രസെന്റ് ചെയ്യുന്നത് പെന്നാണ്, തേർഡ് കോളം റെപ്രസെന്റ് ചെയ്യുന്നത് പെൻസിലാണ്. അങ്ങനെയാണെങ്കിൽ റെക്ടാങ്കുലർ അറേ ഓഫ് നമ്പേഴ്സ് ഓർ എലമെന്റ്സിനെ പറയുന്ന പേരാണ് മെട്രിക്സ്. അപ്പൊ ഒരു മെട്രിക്സിനെ ഇതാ ഈ രൂപത്തില് ടാബുലാർ കോളം തന്നെയാണ്, ആ ടാബുലാർ കോളത്തിൽ റോസും കോളംസും ഇതേ സ്റ്റൈലിൽ റെപ്രസെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് മെട്രിസസ്. അപ്പോ മെട്രിസസിന്റെ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ മെട്രിസസ് എന്ന് പറഞ്ഞാൽ എ റെക്ടാങ്കുലർ അറേ ഓഫ് array of numbers may be real or complex, ഏതായാലും കുഴപ്പമില്ല. rectangular array of numbers or functions are called matrices. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു മെട്രിക്സിനെ, ഇപ്പൊ ഇങ്ങനെ ഒരു മെട്രിക്സ് എനിക്ക് വന്നു, ഇനി വേറൊരു മെട്രിക്സും വരാം. അതുകൊണ്ട് ഒരു മെട്രിക്സിനെ സാധാരണ നമ്മൾ ഒരു ക്യാപിറ്റൽ ലെറ്റേഴ്സ് വെച്ച് ഡിനോട്ട് ചെയ്യാറുണ്ട്. അപ്പൊ ഇതിന് ഞാൻ ക്യാപിറ്റൽ എ എന്ന് വെച്ച് ഡിനോട്ട് ചെയ്തു. ഇനി അടുത്ത് വേറൊരു മെട്രിക്സ്, അതായത് ഒരു ഫെബ്രുവരി മാസത്തെ ഇതേ എമൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഞാൻ മെട്രിക്സ് ബി എന്ന് ഡിനോട്ട് ചെയ്യാം, മെട്രിക്സ് സി എന്ന് ഡിനോട്ട് ചെയ്യാം. അങ്ങനെയുള്ള ഡിനോട്ടേഷൻസ് എന്തിനു കൊടുക്കാറുണ്ട്? മെട്രിക്സിന് കൊടുക്കാറുണ്ട്. അപ്പൊ മെട്രിക്സിന്റെ സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനിഷൻ, ഇറ്റ് ഈസ് എ റെക്ടാങ്കുലർ അറേ ഓഫ് numbers or functions generally denoted by using capital letters. ഇതാണ് മെട്രിക്സിൽ ആദ്യമായിട്ട് മനസ്സിലാക്കാനുള്ളത്. ഇനി ഈ മെട്രിക്സിലെ തന്നെ എലമെന്റ്സിനെ അടുത്തതായിട്ട് മനസ്സിലാക്കേണ്ട ഓർഡർ ഓഫ് എ മെട്രിക്സ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഓർഡർ ഓഫ് എ മെട്രിക്സ്. ഓർഡർ ഓഫ് എ മെട്രിക്സ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഒരു മെട്രിക്സ് കൺസിഡർ ചെയ്താൽ അതിൽ 3 റോകളുണ്ട്, 3 കോളംസ് ഉണ്ട്. അങ്ങനെയെങ്കിൽ ഇതിനെ ഞാൻ പറയും ഇതിന്റെ ഓർഡർ 3/3 ആണ്. ഏതൊരു 3x3 എന്ന വായിക്കുന്നത് എന്താ? 3/3. അപ്പൊ ഇതൊരു 3/3 മാട്രിക്സ് ആണെന്ന് ഞാൻ പറയും. 3/3 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദ്യത്തെ 3 നമ്പർ ഓഫ് റോസ്, പിന്നത്തെ 3 നമ്പർ ഓഫ് കോളംസ്. അങ്ങനെയാണെങ്കിൽ ഇതൊരു 3/3 മാട്രിക്സ് ആണെന്ന് എനിക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ ഓർഡർ ഓഫ് ദി മാട്രിക്സ് എന്നാൽ ഞാനൊരു മാട്രിക്സിന്റെ ഓർഡർ m/n ആണ് എന്ന് പറഞ്ഞാൽ അതിൽ m എന്ന് പറഞ്ഞുള്ളത് ഡിനോട്ട് ചെയ്യുന്നത് എന്തിനെയാണ്? നമ്പർ ഓഫ് റോസിനെയാണ്. നമ്പർ ഓഫ് റോസ്. n ഡിനോട്ട് ചെയ്യുന്നത് ആ മെട്രിക്സിലുള്ള നമ്പർ ഓഫ് കോളംസിനെയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു മെട്രിക്സ് ഒരു m/n മെട്രിക്സ് ആണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം അതിൽ m റോസും n കോളംസും ഉണ്ട്. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഒരു 2/5 മെട്രിക്സ് ആണ്, ഒരു a എന്നുള്ളത് ഒരു 2/5 മെട്രിക്സ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം അതിൽ എന്തുണ്ട്? 2 റോസും ഉണ്ട്, 5 കോളംസും ഉണ്ട്. ഇതാണ് ഓർഡർ ഓഫ് എ മെട്രിക്സ് എന്നുള്ളതിന്റെ കോൺസെപ്റ്റ്. ഇനി ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇനി ഇതിന് ജനറലി ഇതിന്റെ ഒരു ലൊക്കേഷൻ കാണാൻ വേണ്ടിയിട്ട് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ 10 നിൽക്കുന്ന ഈ 10ന്റെ ലൊക്കേഷൻ എന്താ? ഈ 10ന്റെ ലൊക്കേഷൻ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പറയും ഫസ്റ്റ് റോയിലെ സെക്കൻഡ് കോളത്തിലുള്ള എലമെന്റ് ആണ് എന്ത്? 10. ഫസ്റ്റ് റോയിലെ സെക്കൻഡ് കോളത്തിലെ എലമെന്റ് ആണ് എന്ത്? 10. അതേപോലെ 25ന്റെ ലൊക്കേഷൻ എന്താ? ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളത്തിലുള്ള എലിമെന്റ്. ആദ്യം റോനെ പറയാം, പിന്നെ കോളത്തിനെ പറയാം. ആ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യാറ്? സാധാരണ പറയാറ്. അങ്ങനെയെങ്കിൽ അതിന്റെ കറക്റ്റ് ലൊക്കേഷൻ നമുക്ക് പറയാൻ കഴിയും. ഇത്രാമത്തെ റോയില് ഇത്രാമത്തെ കോളത്തില് എന്ന് നമുക്ക് പറയാൻ കഴിയും. അതുകൊണ്ട് ഞാൻ ഇതിനെ ജനറലി ഡിനോട്ട് ചെയ്യൽ എങ്ങനെയാണെന്ന് അറിയോ? ഇതിലുള്ള എല്ലാ എലമെന്റ്സിനെയും അതിന്റെ കറക്റ്റ് ലൊക്കേഷൻ എനിക്ക് ഡിനോട്ട് ചെയ്യാൻ സാധിക്കും. അതിനെ ഞാൻ സ്മോൾ ലെറ്റേഴ്സ് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യാം. അതായത് ഇവിടെയുള്ള എലമെന്റിനെ ഞാൻ പറയാണ് A11 എന്ന് പറയാണ്. A11 എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണെന്ന് അറിയോ? ആദ്യത്തെ 1 ഏത് റോയിലാണ്, രണ്ടാമത്തെ 1 ഏത് കോളത്തിലാണ്. അങ്ങനെയാണെങ്കിൽ A11 എന്ന് പറഞ്ഞാൽ എലമെന്റ് ഇൻ ദ ഫസ്റ്റ് റോ ആൻഡ് ഫസ്റ്റ് കോളം. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള എലമെന്റ് A12 ഇതിനർത്ഥം എന്താ? എലമെന്റ് ഇൻ ദ ഫസ്റ്റ് റോ ആൻഡ് സെക്കൻഡ് കോളം. ആദ്യത്തത് റോന്റെ നമ്പർ ആണ്, രണ്ടാമത്തത് കോളത്തിന്റെ നമ്പർ ആണ്. അങ്ങനെയെങ്കിൽ ഈ എലമെന്റ് എന്താണ്? A13 എന്ന് പറഞ്ഞാൽ എലമെന്റ് ഇൻ ദ ഫസ്റ്റ് റോ ആൻഡ് തേർഡ് കോളം. സിമിലർലി ഇവിടെയുള്ള എലമെന്റ് സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെന്റ് ആയത് കാരണം A21 എന്ന് ഡിനോട്ട് ചെയ്യും. ഇതിനെന്ത് പറയും? സെക്കൻഡ് റോയിലെ സെക്കൻഡ് കോളത്തിലുള്ള എലമെന്റ് ആയത് കാരണം A22 എന്ന് ഡിനോട്ട് ചെയ്യും. അങ്ങനെയെങ്കിൽ ഈ എലമെന്റിനെയോ A23, അടുത്തത് A31, ഇവിടെ A32, ഇവിടെ എന്ത് വരും?
A33. ഇങ്ങനെയാണ് ഒരു മെട്രിക്സിലുള്ള എല്ലാ എലമെന്റ്സിനെയും സാധാരണ ഡിനോട്ട് ചെയ്യാം. അങ്ങനെയെങ്കിൽ ഇതിലുള്ള ഒരു ജനറൽ എലമെന്റ് എങ്ങനെയാണ്? Aij മോഡലുള്ള എലമെന്റ് ആണ് ഇതിലുണ്ടാകുക. Aij എന്ന് പറഞ്ഞാൽ ഏത് എലമെന്റ് ആണ്? എലമെന്റ് ഇൻ ദ ith row and jth column. Aij എന്ന് പറയുമ്പോൾ എലമെന്റ് ഇൻ ദ ith row and jth column. അതായത് Aij ഇവിടെ നമുക്ക് A11 എന്ന് പറയുമ്പോൾ എലമെന്റ് ഇൻ ദ ഫസ്റ്റ് റോ ആൻഡ് സെക്കൻഡ് കോളം, ഫസ്റ്റ് റോ ആൻഡ് ഫസ്റ്റ് കോളം. A31 എന്ന് പറഞ്ഞാലോ എലമെന്റ് ഇൻ ദ തേർഡ് റോ ആൻഡ് ഫസ്റ്റ് കോളം. അതാണ് Aij യുടെ മീനിങ്. ഇങ്ങനെയാണ് സാധാരണ എലമെന്റ്സിനെ റെപ്രസെന്റ് ചെയ്യാറ്. ഇനി ഒരു മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞാൽ അതിലുള്ള നമ്പർ ഓഫ് എലമെന്റ്സ് എങ്ങനെ കാണാം എന്നുള്ളതാണ് അടുത്ത വിഷയം. ഒരു മെട്രിക്സിലുള്ള നമ്പർ ഓഫ് എലമെന്റ്സ്. ഇതൊരു 3x3 മെട്രിക്സ് അല്ലേ? ഇതൊരു 3x3 മെട്രിക്സ് ആണ്. അങ്ങനെയെങ്കിൽ ഇതിലുള്ള നമ്പർ ഓഫ് എലമെന്റ്സ് പിന്നെ മെട്രിക്സ്. നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ മെട്രിക്സ്. ഇതൊരു 3x3 മെട്രിക്സ്. ഇതിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? 1 2 3 4 5 6 7 8 9 എലമെന്റ്സ് ആണുള്ളത്. ഒരു 3x3 മെട്രിക്സ് ആയപ്പോൾ അതിൽ 9 എലമെന്റ്സ് ആയി. അങ്ങനെയാണെങ്കിൽ ഒരു 2x5 മെട്രിക്സ് ആണെങ്കിൽ എന്താ സംഭവിക്കുക? 2x5 മെട്രിക്സിനെ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യാ? പറ. ഇവിടെ ഒരു ബി എന്നുള്ളൊരു മെട്രിക്സ് എടുത്തു, അല്ലെങ്കിൽ എ എന്നുള്ളൊരു മെട്രിക്സ് തന്നെ ആയിക്കോട്ടെ. എ എന്നുള്ളൊരു മെട്രിക്സ് 2x5, 2 റോയും 5 കോളവും. അപ്പൊ എങ്ങനെ പറയാം? A11 ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം. അങ്ങനെ 5 കോളം ഉണ്ടാവും അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ A12 A13 A14 A15 ഉണ്ടോ? ഫസ്റ്റ് റോ, ഇതെന്താ ഫസ്റ്റ് റോ, ഫിഫ്ത് കോളം. ഇനി അടുത്ത 2 റോയേ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ റോയില് A21 A22 A23 A24 A25. ഇങ്ങനെയാണ് ഇവിടെ 2x5 മെട്രിക്സിനെ സാധാരണ എന്താ ചെയ്യാ? ഡിനോട്ട് ചെയ്യാം. അപ്പൊ അങ്ങനെയെങ്കിൽ ഇതിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? ഫസ്റ്റ് റോയിൽ 5, സെക്കൻഡ് റോയിൽ 5, മൊത്തം എത്ര എലമെന്റ്സ് ഉണ്ട്? 10. അത് കാണുമ്പോ തന്നെ പറയാൻ കഴിയൂലേ? 2x5 മെട്രിക്സിൽ എത്ര എലമെന്റ്സ് ഉണ്ടാവും? 2 into 5 എലമെന്റ്സ് ഉണ്ടാവും. 3x3 മെട്രിക്സിൽ എത്ര എലമെന്റ്സ് ഉണ്ടാവും? 3 into 3 9 എലമെന്റ്സ് ഉണ്ടാവും. അങ്ങനെയെങ്കിൽ ജനറലി ഞാൻ പറയാണ്, ഒരു m/n മെട്രിക്സിൽ എത്ര എലമെന്റ്സ് ഉണ്ടാവും? നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ m/n മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? mn എലമെന്റ്സ് ഉണ്ടാവുക. നമ്പർ ഓഫ് എലമെന്റ്സ് പിന്നെ m/n matrix is equal to mn. m/n മെട്രിക്സിൽ ഉണ്ടാകുന്ന നമ്പർ ഓഫ് എലമെന്റ്സ് mn ആണ്. അപ്പൊ അങ്ങോട്ട് നോക്കടാ, ഞാനൊരു എക്സാമ്പിൾ പറയാണ്. ഒരു നമ്പർ ഓഫ് എലമെന്റ്സ് in a 3x4 മെട്രിക്സ്. ഒരു 3x4 മെട്രിക്സിൽ എത്ര എലമെന്റ്സ് ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ എന്താണ്? 3 into 4 ആൻസർ ബിക്കം 12 എലമെന്റ്സ് ഉണ്ടാവും. അപ്പൊ ഇതാണ് നമ്പർ ഓഫ് എലമെന്റ്സിൽ സാധാരണ മനസ്സിലാക്കാനുള്ളത്. ഇനി ഇതിൽ നിന്ന് തന്നെ വേറൊരു മോഡൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒരു ക്വസ്റ്റ്യൻ പറയാണ്, a matrix has 8 elements. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? A matrix has 8 elements. Then what are the possible orders they can have? ഒരു മെട്രിക്സിൽ 8 എലമെന്റ്സ് ഉണ്ടെങ്കിൽ അതിന് ഏതൊക്കെ ഓർഡറുകൾ പോസിബിൾ ആണെന്നാ? എടാ, നമ്പർ ഓഫ് എലമെന്റ്സ് എന്താ? 8. അപ്പൊ നിങ്ങൾ എന്ത് നോക്കിയാൽ മതി എന്നറിയോ? ഏതൊക്കെ 2 നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താലാണ് 8 കിട്ടാൻ നോക്കാം. അങ്ങനെയാണെങ്കിൽ ആ ഓർഡറിലെ മെട്രിക്സുകളൊക്കെ ഉണ്ടാകും. ഏതൊക്കെ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താലാണ് 8 കിട്ടുക? 1 into 8 ചെയ്താൽ എന്ത് കിട്ടും? ഒരു
8 ആൻസർ കിട്ടും. അതുകൊണ്ട് അതിന്റെ ഓർഡർ എന്താവാം? ഒരു 1/8 മെട്രിക്സ് ആകാം. അതായത് 1 റോയും 8 കോളംസും ഉള്ള ഒരു മെട്രിക്സ് ആകാം. അല്ലെങ്കിൽ 8/1 എന്ന് എഴുതാം. അതെങ്ങനെ? 8 റോയും 1 കോളവും ഉള്ള മെട്രിക്സ് ആകാം. അല്ലെങ്കിൽ 2/4 മെട്രിക്സ് ആകാം. അതായത് 2 റോയും 4 കോളം ഉള്ള മെട്രിക്സ് ആകാം. 2/4 മെട്രിക്സ് ആകാം. അല്ലെങ്കിൽ 4/2 മെട്രിക്സ് ആകാം. 4 റോയും 2 കോളവും ഉള്ള മെട്രിക്സ് ആകാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ വാട്ട് ആർ ദ പോസിബിൾ ഓർഡേഴ്സ് ദേ ക്യാൻ ഹാവ് എന്നാ ചോദിച്ചത്. അതിന് ഏതൊക്കെ ഓർഡറുകൾ പോസിബിൾ ആണ്? 1/8 മെട്രിക്സ് ആകാം, 8/1 മെട്രിക്സ് ആകാം, 2/4 മെട്രിക്സ് ആകാം, 4/2 മെട്രിക്സ് ആകാം. വേറെ ഏതെങ്കിലും ഓർഡർ ഇതിന് പോസിബിൾ ആണോ? അല്ല. അപ്പൊ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് ഇതിന് പ്രതീക്ഷിക്കാം. രണ്ടാമത്തെ വേറെ എക്സാമ്പിൾ പറഞ്ഞാൽ എ മെട്രിക്സ് ഹാസ്, വേറെ എക്സാമ്പിൾ 12 elements. A matrix has 12 elements. Then what are the possible orders they can have? ഒരു മെട്രിക്സിൽ 12 elements ഉണ്ടെങ്കിൽ അതിന് ഏതൊക്കെ ഓർഡറുകൾ പോസിബിൾ ആണ് എന്ന ക്വസ്റ്റ്യൻ. ഏതൊക്കെ ഓർഡറുകൾ പോസിബിൾ ആണ്? 12 എന്ന ആൻസർ കിട്ടുന്നത്. ഒന്ന് 1 into 12, അതായത് ഒരു 1/12 മെട്രിക്സ് പോസിബിൾ ആണ്. അടുത്തത് ഒരു 12/1 മെട്രിക്സ് പോസിബിൾ ആണ്. അടുത്തത് ഒരു 3/4 മെട്രിക്സ് പോസിബിൾ ആണ്. അതുപോലെ 4/3 മെട്രിക്സ് പോസിബിൾ ആണ്. അടുത്തതോ 6/2 മെട്രിക്സ് പോസിബിൾ ആണ്. 2/6 മെട്രിക്സും പോസിബിൾ ആണ്. ഇങ്ങനത്തെ 6 പോസിബിൾ ഓർഡേഴ്സ് ഉണ്ടാകും. അതായത് മൾട്ടിപ്ലൈ ചെയ്താൽ 12 കിട്ടും നോക്കിയാൽ മതി. അത്തരം മെട്രിക്സുകൾ മൊത്തം 6 ഉണ്ടാവും. അപ്പൊ ഈ രീതിയിലെ ക്വസ്റ്റ്യൻസ് നമ്പർ ഓഫ് എലമെന്റ്സിന്റെ മെട്രിക്സിൽ നിന്ന് ചോദിക്കാം. നേരത്തെ ഞാൻ ഒരു മെട്രിക്സിനെ A11 A12 അങ്ങനെ ജനറൽ ടേംസ് വെച്ച് എഴുതിയിരുന്നു. അങ്ങനെയെങ്കിൽ ഒരു m/n മെട്രിക്സിനെ എങ്ങനെയാണ് ജനറൽ ടേംസ് വെച്ചിട്ട് എഴുതുക എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. A എന്നുള്ളൊരു മെട്രിക്സ് ഞാൻ ഒരു m/n മെട്രിക്സ് എഴുതാണ്. അപ്പൊ എങ്ങനെ വരും? ആദ്യത്തെ എലമെന്റ് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം. m/n മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? m റോകൾ ഉണ്ടാകും, n കോളംസ് ഉണ്ടാകും. അത്തരം മെട്രിക്സ് ആണ് m/n മെട്രിക്സ്. അപ്പൊ അങ്ങനെയെങ്കിൽ ഇത് A11 ഫസ്റ്റ് എലമെന്റ്, അടുത്ത എലമെന്റ് എന്തായിരിക്കും? A12 ഫസ്റ്റ് റോ ആൻഡ് സെക്കൻഡ് കോളം. അടുത്തതോ A13, പിന്നെ A14 എക്സെട്ര. ലാസ്റ്റ് എന്തായിരിക്കും? A1n, കാരണം n കോളംസ് ആണ് ഉള്ളതെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് റോയിലേക്ക് വന്നാൽ A21 A22 A23 A24 അങ്ങനെ പോയി ലാസ്റ്റ് A2n. ഇതുപോലെ തേർഡ് റോ A31 A32 A33 A34 എക്സെട്ര ഏത് വരെ ഉണ്ടാവും? A3n ഉണ്ടാവും. അങ്ങനെയെങ്കിൽ ലാസ്റ്റ് ഇങ്ങനെ 3 4 അങ്ങനെ m റോസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് റോ എങ്ങനെ വരിക? AM1 AM2 AM3 AM4 എക്സെട്ര ലാസ്റ്റ് എലമെന്റ് എന്തായിരിക്കും? mn. അപ്പൊ അങ്ങനെയാണ് ജനറലി ഒരു m/n മെട്രിക്സിനെ നാം എഴുതുക. അങ്ങനെയെങ്കിൽ ഇതിലുള്ള നമ്പർ ഓഫ് എലമെന്റ്സ് എന്തായിരിക്കും? നമ്പർ ഓഫ് എലമെന്റ്സ് ഈസ് ഈക്വൽ ടു m. ഇതാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇനി ഇതിലുള്ള ഒരു ജനറൽ ടേം എങ്ങനെ വരിക? ഇതിലുള്ള ജനറൽ ടേം Aij. Aij എന്ന് പറയുമ്പോൾ എന്താ? ith റോ ആൻഡ് jth കോളം. അങ്ങനെയെങ്കിൽ ഈ മെട്രിക്സിന് ഇങ്ങനെ ഒരു ഡിനോട്ടേഷൻ ഉണ്ട്. അതായത് ഇത് മുഴുവനായിട്ട് എഴുതുന്നതിന് പകരം ഇങ്ങനെ Aij എന്നുള്ള ജനറൽ ടേം എഴുതാം. എന്നിട്ട് അതിനെ മെട്രിക്സ്, ഈ മെട്രിക്സിന്റെ സിംബൽ എഴുതാം. മെട്രിക്സ് Aij ഓഫ് ഓർഡർ m/n. ഇതിന്റെ അടിയിൽ m/n എന്നാണ്ട് എഴുതി കൊടുത്താൽ ഇതിന്റെ അതേ മീനിങ് തന്നെയാണ് അതിനുള്ളത്. എ മെട്രിക്സ് Aij ഓഫ് ഓർഡർ m/n എന്നാണ് അതിന് വായിക്കുക. ഇങ്ങനെയും ഒരു മെട്രിക്സിനെ. അടുത്ത മെട്രിക്സില് പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ് കൺസ്ട്രക്ഷൻ ഓഫ് എ മെട്രിക്സ്. കൺസ്ട്രക്ഷൻ ടോപ്പിക് ആയിട്ടല്ല, അതായത് ഒരു മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് സാധാരണ ഇതിൽ ചോദിക്കും. അതില് ഒരു സ്റ്റേറ്റ് സിലബസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ 2010 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നത്. കൺസ്ട്രക്ട് എ 3/2 മെട്രിക്സ് whose elements are given by Aij is equal to 2i minus j. ഒരു 3/2 മെട്രിക്സ് ഫോം ചെയ്യാനാണ് പറയുന്നത്. ഇവിടെ 3/2 മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? 3 റോയും 2 കോളംസ് ഉള്ള മെട്രിക്സ്. പക്ഷെ അതിലുള്ള Aijയുടെ പ്രത്യേകത എന്താ? അത് 2i minus j ആകണം എന്നാ പറയുന്നത്. വളരെ സിമ്പിൾ ആയി ചെയ്യാൻ പറ്റും. ആദ്യം ഞാൻ ജനറലി അതിനൊന്ന് എഴുതാണ്. ഒരു 3/2 മെട്രിക്സ് എന്ന് പറയുമ്പോൾ 3 റോയും 2 കോളം. അപ്പൊ അങ്ങനെയാണെങ്കിൽ എലമെന്റ്സ് എന്താണ് ഉണ്ടാവുക? A11 A12. ഇനി A13 ഉണ്ടാവോ? ഇല്ല. കാരണം എന്താ? 2 കോളേ ഉള്ളൂ. അതുകൊണ്ട് 2 കോളം A12 നിർത്തണം. ഇനി അടുത്ത റോ A21 പിന്നെ A22. അടുത്തത്
A31 A32 ഇതാണ് മെട്രിക്സ്. ഇങ്ങനെ ഒരു മെട്രിക്സ് എങ്ങനെ ഫോം ചെയ്യാന്നുള്ള ആവശ്യം എടാ നമ്മളോട് പറയുന്നുണ്ട് Aij എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് 2i മൈനസ് ജെ. ഇവിടെ ഉള്ള ഐനെ 2നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അതിന് എന്ത് ഓർക്കണം ജെനെ മൈനസ് ചെയ്യണമെന്നാ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ A11 എന്താ വരിക 2 into 1 മൈനസ് 1 അല്ലേ, അതായത് 2i മൈനസ് ജെ മോഡലാണ് ഇതിൽ എല്ലാ ആൾക്കാരും ഉണ്ടാകുക. അങ്ങനെയാണെങ്കിൽ 2 into 1 മൈനസ് 1 ആൻസർ എന്ത് കിട്ടും 2 മൈനസ് 1 1 കിട്ടും. അങ്ങനെയെങ്കിൽ ഇവിടെ ആ A11 പകരം നിങ്ങൾ 1 കൊടുക്കുക. ഇനി അടുത്ത് A12 പകരം A12 എങ്ങനെയാ വരിക A12 എന്ന് പറയുമ്പോൾ 2 into 1 മൈനസ് 2 which is equal to 0 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ഇയാൾക്ക് പകരം 0 കൊടുക്കുക. ഇനി ഇതിന് പകരം A21 എങ്ങനെയാ വരിക, അതായത് 2 into 2 മൈനസ് 1. A22 എന്താ വരിക 2 into 2 മൈനസ് 2. അടുത്തത് A31 എന്താ വരിക 2 into 3 മൈനസ് 1. A32 2 into 3 മൈനസ് 2. ഇങ്ങനെയാണ് ആ മെട്രിക്സ് വരിക. അങ്ങനെയെങ്കിൽ ഇതിലുള്ള എലമെന്റ്സ് ആരൊക്കെ വരും മെട്രിക്സ് 1 0. ഇവിടെ 4 മൈനസ് 1 എന്താ 3, 4 മൈനസ് 2 എന്താ 2. അടുത്തത് 6 മൈനസ് 1 5, 6 മൈനസ് 2 എന്ന് പറഞ്ഞാൽ 4. ഇങ്ങനെയാണ് ആ മെട്രിക്സിന്റെ കൺസ്ട്രക്ഷൻ. സിമ്പിൾ ആയിട്ട് ചെയ്യാം. വേറെ ക്വസ്റ്റ്യൻ പറഞ്ഞാല് കൺസ്ട്രക്ട്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എല്ലാവരും എഴുതാം. കൺസ്ട്രക്ട് a 3/3 matrix. Construct a 3/3 matrix whose elements are given by Aij is equal to I plus j all square by 2. ഇതാണ് ഇതിലുള്ള എലമെന്റ്സിന്റെ പ്രത്യേകത. എല്ലാവരും ആ വീഡിയോ ഒന്ന് പോസ്റ്റ് ആക്കിയിട്ട് സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്ക്. ചെയ്ത് കഴിഞ്ഞാൽ വരുന്നത് 3/3 മെട്രിക്സ് ആണ് അല്ലെ. 3/3 മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ 3 റോയും 3 കോളും. അപ്പൊ അതിലുള്ള എലമെന്റ്സ് എന്തായിരിക്കും A11 A12 A13 A21 A22 A23 A31 A32 A33 ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവും. അങ്ങനെയെങ്കിൽ Aij പണി ഇവിടെ പറഞ്ഞു I plus j all square by 2. അങ്ങനെയാണെങ്കിൽ ഇവിടെ A11 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും പറ. A11 എന്ന് പറഞ്ഞാൽ I plus j all square ആണ്, അതായത് 1 plus 1 all square by 2 എന്നല്ലേ വരിക. അതുപോലെ A12 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും 1 plus 2 all square by 2 എന്ന് വരും. അതുപോലെ A13 എന്ന് പറഞ്ഞാലോ അത് 1 plus 3 all square by 2. ഇനി A21 എന്താ 2 plus 1 all square by 2. അതുപോലെ A22 എന്ന് പറയുമ്പോൾ 2 plus 2 all square by 2. അടുത്തത് A23 എന്ന് പറഞ്ഞാലോ 2 plus 3 all square by 2. അടുത്തത് A31 3 plus 1 all square by 2. അടുത്തത് 3 plus 2 A32 എന്ന് പറഞ്ഞാൽ 3 plus 2 all square by 2. ലാസ്റ്റ് എലമെന്റ് 3 plus 3 all square by 2. ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എലമെന്റ് 1 plus 1 എന്ന് പറയുമ്പോൾ 2, 2ന്റെ സ്ക്വയർ 4, 4/2 എന്നാ ഇവിടെ 2 എന്ന് വരും. അടുത്ത ഇവിടെ 1 plus 2 എന്ന് പറയുമ്പോൾ 3, 3ന്റെ സ്ക്വയർ എന്താ 9, 9/2 അല്ലേ ഈ എലമെന്റ് വരും. അതുപോലെ 1 plus 3 എന്ന് പറയുമ്പോൾ 4, 4ന്റെ സ്ക്വയർ 16, 16/2 എന്ന് പറയുമ്പോൾ 8. അതുപോലെ 3 plus 1ന്റെ ഹോൾ സ്ക്വയർ 9/2 എന്ന് വരും. ഇവിടെ 9/2. അടുത്ത എലമെന്റ് എന്താ ഇവിടെ 4ന്റെ സ്ക്വയർ 16/2 8 വരും. അടുത്ത ഇവിടെ എന്ത് വരും 5 സ്ക്വയർ ആണ്, അപ്പൊ 25/2 എന്ന് വരും. ഇവിടെ 4ന്റെ സ്ക്വയർ 16/2 എന്ന് പറയുമ്പോൾ 8. അടുത്ത ഇവിടെ 5ന്റെ സ്ക്വയർ 25, 25/2 എന്ന് വരും. ലാസ്റ്റ് എലമെന്റ് എന്താ 3 plus 3 എന്ന് പറയുമ്പോൾ 9, 3 plus 3 എന്ന് പറയുമ്പോൾ 6, 6ന്റെ സ്ക്വയർ എന്താ 36, 36/2. ആൻസർ ബിക്കം 18. അപ്പൊ ഇതാണ് ആ 3/3 മാട്രിക്സ്. സിമ്പിൾ ആയി ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനത്തെ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഇനി വേറെ ഒരു തേർഡ് ക്വസ്റ്റ്യനും കൂടി ചെയ്തിട്ട് ആ ഒരു കൺസ്ട്രക്ഷൻ ഓഫ് എ മാട്രിക്സ് എന്നുള്ള ടോപ്പിക് കണ്ട് അവസാനിപ്പിക്കാം. അടുത്ത് പറയുന്ന ക്വസ്റ്റ്യൻ എങ്ങനെയാണ് കൺസ്ട്രക്ട് എ 3/2 മാട്രിക്സ് അല്ലെങ്കിൽ കൺസ്ട്രക്ട് എ 2/3 മാട്രിക്സ്.
whose elements are given by aij is equal to 1/2 into അല്ലെങ്കിൽ aij is equal to modulus of 2i minus 3j. ഇങ്ങനെയാണ് modulus of 2i minus 3j. ഇതാണ് ഇതിലുള്ള എലമെന്റ്സ്. അങ്ങനെയെങ്കിൽ ഒരു 2/3 മാട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. വീഡിയോ പോസ് ചെയ്യാം, സ്വന്തമായിട്ട് ചെയ്യാം. അപ്പോൾ അത് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ 2/3 മാട്രിക്സ് ആണ്. 2 റോയും 3 കോളവും. അപ്പോൾ ഏതാ a11 a12 a13 a21 a22 a23 ഈ രീതിയിൽ വരും. ഇനി ഇതിൽ ചെയ്യേണ്ട എന്താ? മോഡുലസ് ഓഫ് 2i minus 3j. അപ്പൊ എന്ത് വരും? മോഡുലസ് ഓഫ് 2 into 1 minus 3 into 1. അടുത്ത എലമെന്റ് എന്താ? a12 ഇങ്ങനെ വരിക മോഡുലസ് ഓഫ് 2 into 1 minus 3 into 2. അടുത്തത് a13 എന്താ വരിക? 2 into 1 minus 3 into 3. ഇനി അടുത്ത എലമെന്റ് a21 ആണ്. ദാറ്റ് ഈസ് 2 into 2 minus 3 into 1. അടുത്തത് 2 into 2 minus 3 into 2. Last one 2 into 2 minus 3 into 3. ഇതാണ് ഇതിലെ എലമെന്റ്സ് ഉണ്ടാകുക. ഇത് ചെയ്തു കഴിഞ്ഞാൽ എന്ത് വരടാ? 2 minus 3 minus 1 ആ. മോഡുലസ് ഓഫ് -1 എന്താ? അത് 1. അടുത്തവിടെ 2 minus 6 minus 5. പക്ഷെ മോഡുലസ് ഓഫ് -5 5 ആണ്. ഇവിടെ 2 minus 6 എന്ന് പറയുമ്പോൾ അത് -4 ആണ്. മോഡുലസ് ഓഫ് -4 become 4. Next one 4 minus 3 become 1 and 4 minus 6 minus 2 modulus of -2 become 2. Last element 4 minus 9 4 minus 9 become -5. That is modulus of -5 എന്താ? 5. ഇതാണ് ഇതിലുള്ള എലമെന്റ്സ്. ഇത്രയും കാര്യങ്ങളാണ് കൺസ്ട്രക്ഷൻ ഓഫ് എ മെട്രിക്സിൽ മനസ്സിലാക്കാനുള്ളത്. ഇതിലുള്ള ടോപ്പിക്കുകളാണ് ടൈപ്സ് ഓഫ് മെട്രിക്സസ്. അതോടുകൂടി ഒരു മെട്രിക്സ് എന്താണെന്നുള്ള ചെറിയ ധാരണ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇനി ഇതിലുള്ള ടൈപ്സ് ഓഫ് മെട്രിക്സുകളെ കുറിച്ചാണ് പറയാനുള്ളത്. ടൈപ്സ് ഓഫ് മെട്രിക്സസ്. ടൈപ്സ് ഓഫ് മെട്രിക്സിന് ആകെ ഒരു 9 ടൈപ്പ് മെട്രിക്സുകളെ കുറിച്ച് മനസ്സിലാക്കാനുള്ളൂ. അതിൽ ആദ്യം പറയുന്ന ടൈപ്പ് റോ മെട്രിക്സ് ആണ്. റോ മെട്രിക്സ് എന്ന് പറയുമ്പോൾ ഒരു മെട്രിക്സിന് സാധാരണ ഒരു m റോസ് ഉണ്ടാവും, n കോളംസ് ഉണ്ടാവും. ഒരു m/n മെട്രിക്സ് കൺസിഡർ ചെയ്യാം. ജനറലി നിങ്ങളുടെ മനസ്സിൽ എന്തുണ്ടായിക്കോട്ടെ? m/n മെട്രിക്സ് ഉണ്ടായിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ റോ മെട്രിക്സ് എന്ന് പറയുമ്പോൾ ഒറ്റ റോ മാത്രമേ ഉണ്ടാവുള്ളൂ. കോളംസ് ഒരുപാട് ഉണ്ടാവും, റോ ഒന്നേ ഉണ്ടാവുള്ളൂ. നമ്പർ ഓഫ് റോസ് m അല്ലേ? ആ m-ന്റെ വാല്യൂ 1 ആണെങ്കിൽ അത്തരം മെട്രിക്സിനെ പറയുന്ന പേരാണ് റോ മെട്രിക്സ്. അപ്പൊ നമ്പർ ഓഫ് റോസ് ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ അതിനെ റോ മെട്രിക്സ് എന്ന് പറയും. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ മെട്രിക്സ് 1 5 7 ഇതൊരു റോ മെട്രിക്സ് ആണ്. ഇതിന്റെ ഓർഡർ എന്താണ് വരിക? ഒരു റോ 3 കോളം 1/3 മെട്രിക്സ് ആണ്. കണ്ടോ? m-ന്റെ വാല്യൂ എന്താ? 1. ഇനി വേറൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ റോ മെട്രിക്സ് ഓഫ് -1 7 2 3 ഇതിന്റെ ഓർഡർ എന്താ? ഒരു റോയും 4 കോളവും, അതായത് ഒരു 1/4 മെട്രിക്സ് ആണ്. ഇതാണ് റോ മെട്രിക്സ്. അതിന്റെ പേര് കേൾക്കുന്ന സമയത്ത് തന്നെ അറിയാം, ഒരൊറ്റ സിംഗിൾ റോ മാത്രമുള്ള മെട്രിക്സിനെ പറയുന്ന പേരാണ് റോ മെട്രിക്സ്. അപ്പൊ അടുത്ത ടൈപ്പ് ഞാൻ എന്താ പറയാൻ പോകുന്നത് നിങ്ങളുടെ മനസ്സിലുണ്ട്? കോളം മെട്രിക്സ്. കോളം മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരൊറ്റ സിംഗിൾ കോളം മാത്രമുള്ള മെട്രിക്സിനെ പറയുന്ന പേരാണ് കോളം മെട്രിക്സ്. എടാ m/n ൽ n അല്ലേ നമ്പർ ഓഫ് കോളംസ്? അപ്പൊ ആ നമ്പർ ഓഫ് കോളംസ് 1 ആണെങ്കിൽ n = 1 ആണെങ്കിൽ അത്തരം മെട്രിക്സിനെ പറയുന്ന പേരാണ് കോളം മെട്രിക്സ്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ മെട്രിക്സ് 2 3 ഇതൊരു കോളം മെട്രിക്സ് ആണ്. ഇതിന്റെ ഓർഡർ എന്താ? 2 റോ 1 കോളം 2/1 മെട്രിക്സ് ആണ്. വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മെട്രിക്സ് 3 5 7 ഇതും ഒരു കോളം മെട്രിക്സ് ആണ്, ഒരു കോളേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഓർഡർ എന്താ? 3 റോ ഉണ്ട്. അപ്പൊ 3/1 ഒരു 3/1 മെട്രിക്സ് ആണ്. ഇതാണ് കോളം മെട്രിക്സ്. ഇനി ഇതിൽ പഠിക്കാനുള്ള ഒരു മൂന്നാമത്തെ ടൈപ്പ് ആണ് സ്ക്വയർ മെട്രിക്സ്. ഈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സാധാരണ എന്താണ്? സ്ക്വയർ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ലെങ്ത്തും ബ്രെഡ്ത്തും ഈക്വൽ ആയ റെക്ടാംഗിൾ അല്ലെങ്കിൽ സ്ക്വയർ എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ സ്ക്വയർ മെട്രിക്സ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ഈക്വൽ ആകുക, അതായത് m = n. ഇത്തരം മെട്രിക്സിനെ പറയുന്ന പേരാണ് സ്ക്വയർ മെട്രിക്സ്. അങ്ങനെയെങ്കിൽ
ഒരു എക്സാമ്പിൾ ഞാൻ കൺസിഡർ ചെയ്യുന്നു. എ എന്നുള്ളൊരു മെട്രിക്സ്, അത് 2 5 3 -1. ഇതെന്താണ്? ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്. കാരണം ഇതിന്റെ ഓർഡർ എന്താണ്? 2/2 ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ സാധാരണ നമ്മളൊരു ഓർഡർ പറയുമ്പോൾ m/n മെട്രിക്സ്, 2/3 മെട്രിക്സ്, 3/5 മെട്രിക്സ് അങ്ങനെ പറയും. നേരെ മറിച്ച് ഒരു സ്ക്വയർ മെട്രിക്സ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ഈക്വൽ ആകൂലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന് എത്ര മെട്രിക്സിനെ വേണമെങ്കിൽ ഇങ്ങനെ പറഞ്ഞാലും മതി. സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 2/2 എന്ന് പറയേണ്ട ആവശ്യമില്ല. സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 2 എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു 2/2 മെട്രിക്സ് ആണ്. വേറെ എക്സാമ്പിൾ ഞാൻ കൺസിഡർ ചെയ്തു. ബി എന്നുള്ള ഒരു മെട്രിക്സ് കൺസിഡർ ചെയ്തു. 5 -1 0 3 2 7 5 3 1. അങ്ങനെയാണെങ്കിൽ ഇതിൽ 3 റോസ് ഉണ്ട്, 3 കോളംസ് ഉണ്ട്. അങ്ങനെയെങ്കിൽ ഇതിന്റെ ഓർഡർ എന്താ? ഒരു 3/3 മെട്രിക്സ് ആണ്. അല്ലെങ്കിൽ ഇതിനെ എന്ത് പറയാം? എ മെട്രിക്സ് ഓഫ് ഓർഡർ, അതേപോലെ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 3 എന്ന് പറയാം. കാരണം ഇതൊരു 3/3 മെട്രിക്സ് ആണ്. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് സ്ക്വയർ മെട്രിക്സിലാകെ മനസ്സിലാക്കാനുള്ളത്. ജസ്റ്റ് ഇങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി. അടുത്തതിലുള്ള നാലാമത്തെ ടൈപ്പാണ് ഡയഗണൽ മെട്രിക്സ് എന്ന് പറയും. ഡയഗണൽ മെട്രിക്സ്. ഒരു ഡയഗണൽ മെട്രിക്സ് പറയുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഡയഗണൽ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഇപ്പോ ഈ കേസിൽ ഇത് 3/3 മെട്രിക്സ് എടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ 5 2 1 ഉണ്ടല്ലോ, ഇതിനാണ് ഡയഗണൽ എന്ന് പറയാം. രണ്ട് ഡയഗണൽ ഉണ്ട് ശരിക്കും. ഇതിനെ പറയുന്ന പേരാണ് മെയിൻ ഡയഗണൽ എന്ന് പറയും. മെയിൻ ഡയഗണൽ. അങ്ങനെയെങ്കിൽ ഈ മെട്രിക്സ് ഉണ്ടോ, ഈ ഒരു ഡയഗണൽ, ഈ ഡയഗണലിനെ പറയുന്ന പേരാണ് ഓഫ് ഡയഗണൽ എന്ന് പറയും. അപ്പൊ ഒരു മെട്രിക്സിന് അല്ലെങ്കിൽ ഒരു സ്ക്വയർ മെട്രിക്സിന് എത്ര ഡയഗണൽ ഉണ്ടാവും? മെയിൻ ഡയഗണൽ ഉണ്ടാവും, ഓഫ് ഡയഗണൽ ഉണ്ടാവും. ഇനി ആരെങ്കിലും വെറുതെ ഡയഗണൽ എന്ന് മാത്രം പറയുകയാണെങ്കിൽ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് ഈ മെയിൻ ഡയഗണൽ ആണ്. അപ്പൊ ആരെങ്കിലും ഒരു മെട്രിക്സിന്റെ ഡയഗണൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയണം? അത് മെയിൻ ഡയഗണൽ ആണെന്ന് മനസ്സിലാക്കണം. ഓഫ് ഡയഗണൽ ആണെങ്കിൽ സ്പെസിഫൈ ചെയ്ത് പറയും ഓഫ് ഡയഗണൽ എന്ന്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഡയഗണൽ മെട്രിക്സിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ? എ സ്ക്വയർ മെട്രിക്സ് whose non-diagonal elements are 0. അതായത് ഡയഗണൽ എലമെന്റ്സ് ഇതല്ലേ. അപ്പൊ ഡയഗണൽ എലമെന്റ്സ് അല്ലാത്ത, ഞാൻ ഡയഗണൽ എന്ന് മാത്രം പറഞ്ഞാൽ ഇതാണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയെങ്കിൽ whose non-diagonal elements are 0, ഡയഗണൽ അല്ലാത്ത എല്ലാ എലമെന്റ്സും 0 ആയ സ്ക്വയർ മെട്രിക്സിനെ പറയുന്ന പേരാണ് ഡയഗണൽ. പിന്നെ ഒരു സ്ക്വയർ മെട്രിക്സിനെ പറയുന്ന പേരാണ് ഡയഗണൽ മെട്രിക്സ്. അപ്പൊ അതിന്റെ ഡെഫിനിഷൻ എങ്ങനെ ചെയ്താ? എ സ്ക്വയർ മെട്രിക്സ് whose non-diagonal elements are 0. Whose non-diagonal elements are 0. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 5 0 0 0 7 0 0 0 -2. കണ്ടോ? ഇതൊരു ഡയഗണൽ മെട്രിക്സ് ആണ്. അതായത് ഇതിന്റെ ഡയഗണൽ എലമെന്റ്സ് മാത്രമേ 0 അല്ലാത്തുള്ളൂ, ബാക്കിയുള്ള എല്ലാ ആൾക്കാരും എന്താണ്? 0 ആണ്. അപ്പൊ ഒരു സ്ക്വയർ മെട്രിക്സ് തന്നെയാണ് ഡയഗണൽ മെട്രിക്സ്, പക്ഷെ നോൺ ഡയഗണൽ എലമെന്റ്സ് 0 ആണ്. ഈ ഡയഗണൽ മെട്രിക്സിനെ തന്നെ ഇങ്ങനെ ഡിനോട്ടേഷൻ ഉണ്ട്. ഡയഗണലിന്റെ DIAG എന്ന് എഴുതാം, എന്നിട്ട് ഒരു ബ്രാക്കറ്റ് ഇടുക, എന്നിട്ട് ആ എലമെന്റ്സിനെ കോമട്ട് ചെയ്യുക. 5 7 -2. അതാണ് ഡയഗണൽ മെട്രിക്സ് ഓഫ് ഡയഗണൽ എലമെന്റ്സ് ആർ 5 7 -2. ഈ രീതിയിൽ എഴുതാം. ഇതിന്റെ മീനിങ് എന്തെന്നെയാണ്? തന്നെയാണ്. അപ്പൊ അങ്ങനെയെങ്കിൽ വേറെ ഡയഗണൽ എലമെന്റ്സ് കൺസിഡർ ചെയ്തു, ഡയഗണൽ മെട്രിക്സ് കൺസിഡർ ചെയ്തു. 7 0 0 1, ഇതും ഒരു ഡയഗണൽ മെട്രിക്സ് ആണ് ഓഫ് ഓർഡർ 2. അപ്പൊ അങ്ങനെയെങ്കിൽ ഇതിനെങ്ങനെ എഴുതാം? ഡയഗണൽ മെട്രിക്സ് ഓഫ് whose diagonal elements are given by 7 1. ഇതാണ് ഡയഗണൽ മെട്രിക്സ് കണ്ടെയ്നിങ് 7 1. ഈ രീതിയിൽ എന്ത് ചെയ്യാം? എഴുതാം. ഇതാണ് ഡയഗണൽ മെട്രിക്സ്. അപ്പൊ ഒരു സ്ക്വയർ മെട്രിക്സിന്റെ ഒരു സ്പെഷ്യൽ കേസാണ് ഡയഗണൽ മെട്രിക്സ്. ഇനി ഈ ഡയഗണൽ മെട്രിക്സിലെ ഈ ഡയഗണൽ എലമെന്റ്സ് കണ്ടോ? ഈ ഡയഗണൽ എലമെന്റ്സ് ഒക്കെ ഈക്വൽ ആവുകയാണെന്നുണ്ടെങ്കിൽ അത്തരം മെട്രിക്സിനെ പറയുന്ന പേരാണ് സ്കേലാർ മെട്രിക്സ്. അപ്പൊ ഇതിലെ 5th ടൈപ്പ് മനസ്സിലാക്കാനുള്ളത് സ്കേലാർ മെട്രിക്സ് ആണ്. സ്കേലാർ മെട്രിക്സ്. സ്കേലാർ മെട്രിക്സ് പറയുന്നത്
a diagonal matrix whose non-diagonal elements are 0. Whose diagonal matrix, a diagonal matrix എന്ന് പറഞ്ഞാൽ അതിന്റെ നോൺ ഡയഗണൽ എലമെന്റ്സ് 0 ആണ്. A diagonal matrix whose diagonal elements are equal, അതല്ലേ പറഞ്ഞത്, are equal. A diagonal matrix whose diagonal elements are equal. For example ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഇതാ മാട്രിക്സ് 5 0 0 0 5 0 0 0 5 ഇതൊരു സ്കേലാർ മാട്രിക്സ് ആണ്. കാരണം ഡയഗണൽ മാട്രിക്സ് ആണ്, അതിന്റെ ഡയഗണൽ എലമെന്റ്സ് ഒക്കെ എന്താ ഈക്വൽ ആണ്. ഇതാണ് സ്കേലാർ മാട്രിക്സ്. ഇനി അടുത്തത് ഈ സ്കേലാർ മാട്രിക്സിൽ പെട്ട ഒരു സ്പെഷ്യൽ കേസ് ആണ് ഐഡന്റിറ്റി മാട്രിക്സ്. അതായത് ഇതെല്ലാതും ഈക്വൽ ആണെന്ന് പറഞ്ഞില്ലേ, ആ ഈക്വൽ ആയ നമ്പർ 1 ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അത്തരം മാട്രിക്സിനെ പറയുന്ന പേരാണ് ഐഡന്റിറ്റി മാട്രിക്സ്. അപ്പൊ ഐഡന്റിറ്റി മാട്രിക്സ് പറയുന്നത് എങ്ങനെയാണ്? 6 ഐഡന്റിറ്റി മാട്രിക്സ്. ഐഡന്റിറ്റി മാട്രിക്സ് അതിനെ ഡിനോട്ട് ചെയ്യല് ഐ എന്നാണ്. ഐഡന്റിറ്റി മാട്രിക്സ് എന്ന് പറയുമ്പോൾ സ്കേലാർ മാട്രിക്സ് ഹൂസ് ഡയഗണൽ എലമെന്റ്സ് ആർ 1. അപ്പൊ ഈ അല്ലെങ്കിൽ ഡയഗണൽ മാട്രിക്സ് ഹൂസ് ഡയഗണൽ എലമെന്റ്സ് ആർ 1 അതിനെ പറയുന്ന പേരാണ് ഐഡന്റിറ്റി മാട്രിക്സ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1 0 0 1 ഇതൊരു ഐഡന്റിറ്റി മാട്രിക്സ് ആണ്. അല്ലെങ്കിൽ 1 0 0 0 1 0 0 0 1 ഇതും ഒരു ഐഡന്റിറ്റി മാട്രിക്സ് ആണ്. അങ്ങനെയെങ്കിൽ രണ്ടിനെയും ഐനെ ഡിനോട്ട് ചെയ്യാം, ഇതിനെ ഐനെ ഡിനോട്ട് ചെയ്യാം, ഇതിനെയും ഐ ഡിനോട്ട് ചെയ്യാം. ഇനി ഒന്നും കൂടി സ്പെസിഫൈ ചെയ്തിട്ട് ഇതൊരു ഐഡന്റിറ്റി മാട്രിക്സ് ആണ്, ഇതിന്റെ ഓർഡർ എന്താണ്? 2 ആണ്. അപ്പൊ ഐഡന്റിറ്റി മാട്രിക്സ് ഓഫ് ഓർഡർ 2 എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് I2 എന്ന് ഡിനോട്ട് ചെയ്യാറുണ്ട്. ഇതിനെ ഐഡന്റിറ്റി മാട്രിക്സ് ഓഫ് ഓർഡർ 3 എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് I3 എന്ന് ഡിനോട്ട് ചെയ്യാറുണ്ട്. ഇതിനെ പറയുന്ന പേരാണ് ഐഡന്റിറ്റി മാട്രിക്സ്. ഈ മാട്രിക്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സ്ക്വയർ മാട്രിക്സ് പോലെയല്ല, ഇത് എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു മാട്രിക്സ് ആണ് ഐഡന്റിറ്റി മാട്രിക്സ്. ഇനി അടുത്തതിൽ പഠിക്കാനുള്ള വേറെ ടൈപ്പ് മാട്രിക്സ് ആണ് 7th ടൈപ്പ്, സീറോ മാട്രിക്സ്. സീറോ മാട്രിക്സ് എന്ന് പറഞ്ഞാല് എല്ലാ എലമെന്റ്സും 0 ആണെന്നുണ്ടെങ്കിൽ അതിനെ സീറോ മാട്രിക്സ് എന്ന് പറയും. സീറോ മാട്രിക്സ് അല്ലെങ്കിൽ നൾ മാട്രിക്സ് എന്നും പറയും. നൾ മാട്രിക്സ് അതിന്റെ ഡെഫിനിഷൻ എന്താണ്? ഓൾ എലമെന്റ്സ് ആർ 0. ഇതിനെ സാധാരണ ഡിനോട്ട് ചെയ്ത് O വെച്ചിട്ടാണ്. ജനറലി ഡിനോട്ടഡ് ബൈ, ചിലവരതിനെ 0 എന്നും വായിക്കട്ടോ, പക്ഷെ ശരിക്കും അത് O ആണ്. കാരണം എന്താണ്? മെട്രിക്സിനെ ഡിനോട്ട് ചെയ്ത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ്, അതുകൊണ്ട് O എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി 0 എന്ന് വായിച്ചാലും തെറ്റൊന്നുമില്ല, ചിലവർ അങ്ങനെ ഉപയോഗിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സീറോ മെട്രിക്സ് 0 0 0 0 ഇതൊരു സീറോ മെട്രിക്സ് ആണ്. ഇനി അടുത്ത വേറെ സീറോ മെട്രിക്സ് 0 0 0 0 0 0 ഇതും ഒരു സീറോ മെട്രിക്സ് ആണ്. അപ്പൊ എല്ലാ എലമെന്റ്സും 0 ആയ മെട്രിക്സിനെ പറയുന്ന പേരാണ് സീറോ മെട്രിക്സ് അല്ലെങ്കിൽ നൾ മെട്രിക്സ്. ഇതില് ഇനി അടുത്തത് 9th ടൈപ്പ് മെട്രിക്സ് ആണ്, ഒരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയും. അപ്പൊ ജസ്റ്റ് ഇതൊക്കെ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് upper triangular matrix. അതിന്റെ ഡെഫിനിഷൻ ആണെങ്കിൽ എഴുതിക്കോളൂ. A square matrix whose lower triangular elements are 0. എന്താണ്? A square matrix whose lower triangular elements are 0. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ 5 3 2 0 7 8 0 0 5. ഇതിലെ ഡയഗണൽ എലമെന്റ്സ് ഏതാണ്? ഇതല്ലേ, ഇതാണ് ഇതിന്റെ ഡയഗണൽ എലമെന്റ്സ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതാണ് അപ്പർ ട്രയാങ്കിൾ. ലോവർ ട്രയാങ്കുലർ എലമെന്റ്സ് എന്താണ്? 0 ആണ്. അപ്പൊ ഈ മെട്രിക്സ് ഹൂസ് ലോവർ ട്രയാങ്കുലർ എലമെന്റ്സ് 0 ആയ മെട്രിക്സിനെ പറയുന്ന പേരാണ് അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ്. വേറെ 2x2 മെട്രിക്സ് ആണ് ചെയ്താൽ എങ്ങനെ വരും? 6 7 0 3
ഇതൊരു ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് കണ്ടോ. ഈ ഡയഗണൽ എലമെന്റ്സിന് മുകളിലുള്ള പോലെ സീറോ അല്ല, അടിയിലുള്ളവരൊക്കെ എന്താണ്, സീറോ ആണ്. ഇതും ഒരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആണ്. ഇനി ഇതിൽ പഠിക്കാനുള്ള ലാസ്റ്റ് ഒരു ടൈപ്പ് ഉണ്ട്, അത് നിങ്ങളുടെ മനസ്സിലുണ്ട്. അതെന്തായിരിക്കും, ലോവർ ട്രയാങ്കുലർ മെട്രിക്സ്. അപ്പൊ ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് എന്താണ്, അതിന്റെ അപ്പർ ട്രയാങ്കുലർ പോർഷൻസ് ഫുൾ എന്തായിരിക്കും, സീറോ ആയിരിക്കും. അതാണ് ലോവർ ട്രയാങ്കുലർ മെട്രിക്സ്. ലാസ്റ്റ് വൺ, ലോവർ triangular matrix. അത് ഡെഫിനിഷൻ ആണെങ്കിൽ എഴുതിക്കോ, a square matrix whose upper triangular elements are zero. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എ എന്നുള്ളൊരു മെട്രിക്സ് കൺസിഡർ ചെയ്തു. 5 0 0 -2 3 0 7 5 2 ഉണ്ടോ. ഇതിലുള്ള ഡയഗണൽ എലമെന്റ്സ് ഇതാണ്. ലോവർ ട്രയാങ്കുലർ എലമെന്റ്സ് സീറോ അല്ല, അപ്പർ ട്രയാങ്കുലർ എലമെന്റ്സ് ഒക്കെ സീറോ ആണെന്നുണ്ടെങ്കിൽ അത്തരം മെട്രിക്സിനെ പറയുന്ന പേരാണ് ലോവർ ട്രയാങ്കുലർ മെട്രിക്സ്. ഇനി വേണമെങ്കിൽ ഈ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സിനും ലോവർ ട്രയാങ്കുലർ മെട്രിക്സിനും നമ്മൾ വേർഡില് ഒന്ന് അതിന്റെ ഡെഫിനിഷൻ പറഞ്ഞു. ഇനി സിംബോളിക്കലി അതിനെങ്ങനെ ഡിഫൈൻ ചെയ്യാമെന്ന് നോക്കാം. അതായത് ഞാൻ പറയാണ്, ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ aij is equal to 0 for all I greater than or equal to j. അങ്ങനെ പറയാം, aij is equal to 0, എല്ലാ aijകളും 0 ആണ്. ഏതൊക്കെ, for all I greater than j. നമ്പർ ഓഫ് റോ, അതായത് I greater than j എന്ന് പറയുമ്പോൾ എന്താ, ഇവിടെ നോക്ക്, I greater than j, ഇവിടെ ഉള്ള ഈ ഡയഗണൽ എലമെന്റ്സ് ഒക്കെ എന്തായിരിക്കും, a11 a22 a33. ഐയും ജെയും ഈക്വൽ ആവുന്ന എലമെന്റ്സ് ആയിരിക്കും ഇവിടെ ഉണ്ടാകുക. ഇനി ഇവിടേക്കാണ് കടന്നാലോ, a12, അതായത് ഏതാ കൂടുതൽ, 1 2, രണ്ടാമത്തെ എലമെന്റ് കോളത്തിന് കറസ്പോണ്ടിങ് ആയ നമ്പർ അല്ലേ കൂടുതൽ, അതായത് കോളത്തിന് കറസ്പോണ്ടിങ് ആയ നമ്പർ ആണ് കൂടുതൽ. അപ്പൊ ഇത് സീറോ അല്ല. ഇനി ഇവിടെ ഉള്ള എലമെന്റ്സ് നോക്ക്, ഇവിടെ ഉള്ള എലമെന്റ്സ് ഒക്കെ ഐയും ജെയും ഈക്വല്, ഇവിടെ ഉള്ള എലമെന്റ്സോ a21, അത് ആരാ കൂടുതൽ, ഐ ആണ് കൂടുതൽ. റോക്ക് കറസ്പോണ്ടിങ് ആയ എലമെന്റ് കൂടുതലും കോളത്തിന് കറസ്പോണ്ടിങ് ആയ എലമെന്റ് എന്താണ്, കുറവും. അങ്ങനെ ആകുന്ന സമയത്ത് aij 0 ആകും. അങ്ങനെയും ഡിഫൈൻ ചെയ്യാം. കണ്ടോ ഇവിടെ a31 എന്ന് പറയുമ്പോൾ 3 അല്ലേ കൂടുതൽ, ഐന്റെ ടേം ആണ് കൂടുതൽ ജെനറ്റിന്റെ ടേമിനേക്കാളും. അപ്പൊ 3 ഗ്രേറ്റർ ദാൻ 1, അതിൽ 0 ആകുന്ന പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ a32, അവിടെയും 3 ആണ് കൂടുതൽ. അതുകൊണ്ട് ഡിഫൈൻ ചെയ്യാം എങ്ങനെ, അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ, aij is equal to 0 for all I greater than j. അങ്ങനെയെങ്കിൽ ഈ ലോവർ ട്രയാങ്കുലർ മെട്രിക്സിന്റെ ഡെഫിനിഷൻ പറ, aij is equal to 0 for all I less than j. ഐന്റെ വാല്യൂ ജെന്റെ വാല്യൂനേക്കാൾ ചെറുതാകുന്ന സ്ഥലത്തൊക്കെ aijകൾ 0 ആണെന്നാ. അതായത് ഡയഗണൽ എലമെന്റ്സിൽ ഐയും ജെയും ഈക്വൽ ആണെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഇവിടെ ഉള്ള എലമെന്റ്സ് എന്താ ഉണ്ടാകുക, a12. ഇവിടെ പ്രത്യേകത എന്താ, ഈ 1 is less than that of 2, I less than j ആണ്. ആ ഒരു കേസിലൊക്കെ എന്താണ്, 0 ആണെന്നുണ്ടെങ്കിൽ അതിനെ ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് എന്നും പറയും. അപ്പൊ ഇന്നത്തെ വീഡിയോയില്, അതായത് പാർട്ട് 1-ന് ഇത്രയും കാര്യങ്ങളാണ് മനസ്സിലാക്കാനുള്ളത്. ഒന്നാമത്തെ അത് മനസ്സിലാക്കിയ എന്താണ്, ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടത് അപ്പർ ട്രയാങ്കുലർ, അതായത് ടൈപ്സ് ഓഫ് മെട്രിസസ്. ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയത് ഒരു മെട്രിക്സ് എന്താണെന്ന് മനസ്സിലാക്കി. റെക്ടാങ്കുലർ അറേ ഓഫ് നമ്പേഴ്സ് ഓർ ഫംഗ്ഷൻസിനെ പറയുന്ന പേരാണ് എന്ത്, മെട്രിക്സ്. ഒരു മെട്രിക്സിനെ അതിന്റെ ഓർഡർ ഓഫ് എ മെട്രിക്സ് എന്താണെന്ന് മനസ്സിലാക്കി. ഒരു m/n മെട്രിക്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് m റോസും n കോളംസും ആണ് അതിനുള്ളത്. അതിലുള്ള നമ്പർ ഓഫ് എലമെന്റ്സ് mn ആണെന്ന് മനസ്സിലാക്കി. അതിനുശേഷം കൺസ്ട്രക്ഷൻ ഓഫ് എ മെട്രിക്സ് മനസ്സിലാക്കി. ഒരു മെട്രിക്സിനെ കൺസ്ട്രക്ട് ചെയ്യാൻ പഠിച്ചു. എങ്ങനെ, aij = i+j² ഒക്കെ ആണെങ്കിൽ ഒരു 3/2 മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ പഠിച്ചു. പിന്നെ അതിനുശേഷം ടൈപ്സ് ഓഫ് മെട്രിക്സിലേക്ക് കടന്നു. അതിൽ റോ മെട്രിക്സ്, ഒരൊറ്റ റോ മാത്രം ഉണ്ടാകും. പിന്നെ കോളം മെട്രിക്സ്, ഒരൊറ്റ കോളം മാത്രം ഉണ്ടാകും. ഒരു സ്ക്വയർ മെട്രിക്സ്, നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ഈക്വൽ ആവുന്ന മെട്രിക്സ്, സ്ക്വയർ മെട്രിക്സ്. പിന്നെ പഠിച്ചത് എന്താണ്, ഒരു ഡയഗണൽ മെട്രിക്സ് പഠിച്ചു. ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ, നോൺ ഡയഗണൽ എലമെന്റ്സ് ഒക്കെ 0 ആണെന്നുണ്ടെങ്കിൽ അതിന് ഡയഗണൽ മെട്രിക്സ് എന്ന് പറയും. ഇനി അടുത്തത് സ്കേലാർ മെട്രിക്സ്. സ്കേലാർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ, അതൊരു ഡയഗണൽ മെട്രിക്സ് തന്നെയാണ്. പക്ഷെ അതെന്താണ്, അതിലുള്ള ഡയഗണൽ എലമെന്റ്സ് ഒക്കെ ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അതിനെ സ്കേലാർ മെട്രിക്സ് എന്ന് പറയും. ഇനി സ്കേലാർ മെട്രിക്സ് ഈക്വൽ ആണെന്ന് പറഞ്ഞു. ഇനി അതെല്ലാം 1-നോട് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അത്തരം മെട്രിക്സിനെയാണ് ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറയാം, ജനറലി ഡിനോട്ടഡ് ബൈ I.
പിന്നെ അതിൽ പഠിച്ചത് എന്താ, സീറോ മെട്രിക്സ് എന്താന്ന് പഠിച്ചു. എല്ലാ എലമെന്റ്സും സീറോ ആണെങ്കിൽ സീറോ മെട്രിക്സ് എന്ന് പറയും. പിന്നെ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് പഠിച്ചു, ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് പഠിച്ചു. ഇത്രയും ടൈപ്പുകളാണ് നിങ്ങൾ മനസ്സിലാക്കിയത്. ഇതോടുകൂടി മെട്രിസസ് എന്നുള്ള ചാപ്റ്ററിന്റെ പാർട്ട് 1 വീഡിയോ അവസാനിച്ചു. ഈ വീഡിയോയെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ NCERT ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസ് 3.1 ക്വസ്റ്റ്യൻ നമ്പർ 1 മുതൽ 5 വരെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ആകെ 5 ക്വസ്റ്റ്യൻസ് ഫുൾ ആയിട്ട് ചെയ്യാം. അതിൽ കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം.